ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ സിനോണിംസുമാണ്. അപ്പോൾ ഒത്തിരി ഒന്നുമില്ല, വളരെ ചെറിയൊരു ക്ലാസ്സാണ്. അപ്പോൾ ഇനി വരുന്ന എക്സാംസ് LDC ആയിക്കോട്ടെ, ബാക്കി എല്ലാ എക്സാംസിനും, LGS ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദ്യത്തെ വാക്ക് അമിക്കബിൾ ആണ്. അമിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി. എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഫ്രണ്ട്ലി എന്നുള്ള ഒരർത്ഥമാണ്. അല്ലെങ്കിൽ കോഡിയൽ എന്നും പറയാം. ഈ രണ്ട് വേർഡ്സും PSC ചോദിക്കാറുണ്ട്. രണ്ടാമത്തത് വെനറ്ററേറ്റ്. വെനറ്ററേറ്റ് റെസ്പെക്റ്റ് എന്നുള്ള അർത്ഥമായിട്ടാണ് വരുന്നത്. വെനറ്ററേറ്റ് റെസ്പെക്റ്റ്. പിന്നെ അടുത്ത വാക്ക് ഡിസ്റ്റേസ്ഫുൾ. ഡിസ്റ്റേസ്ഫുൾ എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം അൺപ്ലസൻറ്റ്. അതിൻ്റെ അർത്ഥം അരോചകമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. അൺപ്ലസൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മീനിങ് കിട്ടുമല്ലോ. സോ നമ്മൾ ചില വാക്കൊക്കെ നമ്മൾ ആ മീനിങ്ങോട് കൂടി തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നമുക്കത് നമ്മളെ മൈൻഡിൽ നിൽക്കും കേട്ടോ. പിന്നെ അടുത്ത വാക്ക് മെറ്റിക്കുലസ്. മെറ്റിക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർഫുൾ, സസൂക്ഷ്മത എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അടുത്ത വാക്ക് പ്രീപോസ്റ്ററസ്. പ്രീപോസ്റ്ററസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ്. അട്ടേർലി അബ്സേർഡ് ഓർ റെഡിക്കുലസ് എന്നുള്ള അർത്ഥമാണ്. അട്ടേർലി അബ്സേർഡ് അല്ലെങ്കിൽ റെഡിക്കുലസ് എന്നുള്ള അർത്ഥമൊക്കെയാണ് വരുന്നത്. ഇപ്പം ഞാൻ ഇത്രയും വലുതാക്കി ഇത് കൊടുക്കാൻ കാരണം PSCയുടെ ആൻസറിൽ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഉണ്ടായിരുന്ന അതേ സംഭവം തന്നെ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടതാണ് കേട്ടോ. പിന്നെ അടുത്ത വാക്ക് ഗാരുലോസ്. ഗാരുലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കേറ്റീവ് എന്നുള്ള അതിഭാഷണമായ ടോക്കേറ്റീവ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഗാരുലസ്. പിന്നെ അടുത്ത വാക്ക് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീബിൾ. ഇതും PSC കണ്ടിന്യൂസ്ലി ചോദിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ LDCക്ക് ചോദിച്ചിട്ടുള്ളൊരു വാക്കാണ് അമെൻമെൻറ്റ്, മോഡിഫിക്കേഷൻ. ഇത് പിന്നെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അടുത്ത വാക്ക് ഡോർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഷുപ്തിയിൽ, ഇനാക്റ്റീവ് കേട്ടോ. ഡോർമെൻ്റ്, ഇനാക്റ്റീവ്, സുഷുപ്തിയിൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് വാക്ക് വിവേഷ്യസ് എന്നുള്ള അർത്ഥമാണ്. ഉജ്ജ്വലമായ, ചടുലമായ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് വിവിത് അല്ലെ വിവേഷ്യസ്. അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്നും കൂടെ ഒന്ന് റിവിഷൻ പോയി വരാം. അമിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി ഓർ കോഡിയൽ. വെനറ്ററേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്റ്റ്. ഡിസ്റ്റേസ്ഫുൾ, unpleasant. Meticulous, careful. Preposterous, utterly absurd or ridiculous. Garrulous, talkative. Weak, feeble. Amendment, modification. Dormant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ inactive. Vivid, vivacious. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ 2024 ചോദിച്ചിട്ടുള്ള മുഴുവൻ ആൻ്റണിസും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, പാലക്കാട് LDC എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. അടുത്ത ക്ലാസ്സിൽ കാണും വരേക്കും ബൈ. താങ്ക് യു.